ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിലേക്ക്. അത് വെച്ചാൽ നമ്മൾ എട്ട് മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. അവൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അന്ന് പോയതാണ്. പിന്നെ അവിടേക്ക് പോയിട്ടേ ഇല്ല. അത്തോളി വേളൂർ ഭാഗത്താണ് വീടുള്ളത്. നമ്മൾ നല്ല സ്ട്രെയിറ്റൊക്കെ നല്ലോണം പോയി. പിന്നെ അവളെ ഇടവയിലേക്കൊക്കെ എത്തിയപ്പം നല്ലോണം വഴി തെറ്റി. അങ്ങനെ വഴി തെറ്റിയിട്ട് അലിഞ്ഞ് പിടിച്ചിട്ടാണ് പിന്നെ വീട്ടിലെത്തുന്നത്. കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ നല്ലോണം വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അവിടെ എത്തിയ പാടെ തന്നെ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ഇതാ വേഗം ജ്യൂസൊക്കെ അടിച്ച് തന്നിനു. പിന്നെ അതിന് പുറമെ ഒരുപാട് വെള്ളം കുടിച്ചു. നമുക്ക് വിശപ്പല്ലായിരുന്നു, കൂടുതൽ ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ എല്ലാവരും കുറേ വെള്ളമൊക്കെ കുടിച്ച് നല്ല വെള്ളമായിരുന്നു കേട്ടോ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പൈപ്പിലെ വെള്ളമൊക്കെ അല്ല, അവിടുന്ന് നല്ല കിണർ വെള്ളം, പാറൻ്റെ വെള്ളമൊക്കെയാണ് തോന്നുന്നു. നല്ല വെള്ളം കേട്ടോ. അങ്ങനെ പിന്നെ അവൾ വേഗം ഭക്ഷണം വിളമ്പി നമുക്ക് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ, ദമ്മ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കണ്. അപ്പം അതൊക്കെ വേഗം വിളമ്പി. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് നല്ലോണം അടിപൊളി കഴിച്ചിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഇരുന്ന് വേഗം കുറേ ടൈമായിനല്ലോ. നമ്മൾ ഒരുപാട് കാറിൽ സ്ട്രൈറ്റ് 1 മണിക്കൂറോളം സ്ട്രൈറ്റ് വന്ന് ശരിക്കും. പിന്നെ ആളെ ഇടവയിലേക്കൊക്കെ ഒരുപാട് അലിഞ്ഞ് തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ ടൈം നമുക്ക് പോയിക്കുന്നു. പിന്നെ ഇതാ ഉള്ള വീട്ടിലേക്ക് നമ്മൾ മഴയത്തായിരുന്നു ഹൗസ് വാമിങ്. നല്ല ഇടിയും മഴയും മിന്നൊക്കെ ഉള്ള ഒരു ടൈമിലായിരുന്നു നമ്മളിവിടെ വന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും അങ്ങനെയുള്ള ഉള്ള വീടിനെ ശരിക്കും നല്ലോണം കണ്ടില്ല. അത്രക്കും ഒരു പേമാരിയിലുള്ള ഹൗസ് വാമിങ് കഴിഞ്ഞത്. അങ്ങനെ അന്നേരം ഇതൊന്നും നോക്കാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു നമുക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. ചുറ്റുപാടൊക്കെ ഒരു ശല്യമില്ലാതെ നിൽക്കാം. അതുപോലെ തന്നെ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ്. ഇവിടെ അവളും 2 മക്കളും ഹസ്ബൻഡും പിന്നെ ഓളപ്പയുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അവളപ്പയും ഓളെ കൂടാണ് താമസം. അപ്പോൾ ഈ മരങ്ങളും എല്ലാം ഉണ്ടായിട്ട് എന്താണ് അടിപൊളി ചൂടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ വേഗം പോവാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാൻ മുടി വാരാൻ വേണ്ടി ചീർപ്പെടുക്കാൻ അലമാര തുറന്നപ്പം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടോ. ഇത് ഉമ്മൻ്റെ അനിയത്തിയാണ്. അനിയത്തിക്ക് 3 മക്കൾ, 2 പെണ്ണും 1 ആണുമാണ്. മോനാണത്. മോൻ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. ഉമ്മൻ്റെ അനിയത്തി മരിച്ചു പോയി കൊറോണയിൽ. നമ്മൾ ആ ഒരു മാസത്തിൽ 2 മരണം നമ്മളെ വീട്ടിൽ സംഭവിച്ച്. ഒന്ന് ഉമ്മൻ്റെ ഉമ്മയും മരിച്ച്, ഉമ്മൻ്റെ അനിയത്തിയും മരിച്ച്. 2 ആൾക്കും കൊറോണ ആയിരുന്നു. പെട്ടെന്നാണ് 2 ആളെ മരണം. ആ ഷോക്ക് ആർക്കും വിട്ടു മാറിയിട്ടില്ല ഇപ്പോഴും. പ്രത്യേകിച്ച് ഓരോ മക്കൾക്കും ഓരോ പുതിയാപ്പിൾക്കും അളിങ്കാക്കും 3 മക്കളും ആ ഒരു ഷോക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവളിപ്പോഴും പറഞ്ഞാൽ അത് കരിഞ്ഞിട്ട് തന്നെ, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ ഒരു സങ്കടം അവൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എന്തായാലും മക്കൾക്കാണല്ലോ കൂടുതലുണ്ടാവല്. പിന്നെ അവളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പുഴയോരത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ. അവളെ മൂത്തച്ഛൻ്റെ മോന് തുടങ്ങിയതാണല്ലോ. അവരെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട്, ചെറിയ മക്കളാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ആണല്ലോ. ഇത് തുടങ്ങിയതാണെന്ന് പറഞ്ഞു നോമ്പിന്. അപ്പോൾ അത് കുട്ടികൾക്ക് ആയതുകൊണ്ട് ഇതൊന്നും മുഴുവനാക്കാൻ കഴിയാത്തതിനോണ്ട് ഇതിപ്പോൾ വലിയ ആൾക്കാർ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഭയങ്കര ആണല്ലോ, ഫേമസ് ആയി വരാണല്ലോ ഇത്. ഇവിടെ അടിപൊളിയാണ്. പറഞ്ഞ പോലെ തന്നെ എന്തൊരു രസമാണെന്ന് പറയുമോ. അവിടെ ഇരുന്നാൽ സമയം പോണത് അറിയണേ ഇല്ല. നല്ല കാറ്റും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ടാണ്, രാത്രിയൊക്കെ ആയാലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നതും ഇതാക്കുന്നത്. വീട്ടിലെ കളിയും പുഴയിലെ കാറ്റും എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വീട്ടിലെ കടി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. എന്തായാലും നമുക്ക് ഓരോന്ന് വാങ്ങിച്ച് തരുന്നുണ്ട്. നമ്മളെ വയറ് നല്ലോണം നിറയണുണ്ട് കേട്ടോ. ഓരോ സംഗതി തിന്നണനുസരിച്ച് വെള്ളം ഇട്ടു അങ്ങനെ ഓരോന്ന് വാങ്ങി തരുന്നുണ്ട് ഇവർ. പിന്നെ ഇതാ നല്ല രസമുള്ള ഒരു എള്ളുണ്ടുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചൂടൊന്നും ഇല്ലല്ലോ. അപ്പം മക്കളും നമ്മളൊക്കെ നല്ലോണം അടിപൊളി എൻജോയ് ചെയ്തിട്ടോ. അവിടെ നിന്ന് എണീറ്റ് പോരാനൊന്നും തോന്നുന്നില്ല. രാത്രിയാണെന്ന് തോന്നുന്നു കൂടുതൽ ഇവിടെ ഭംഗി, ലൈറ്റും ആൾക്കാരൊക്കെ ആയിട്ട്. ഈ ഒരു പാൽക്കപ്പ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ ഇവിടേക്ക് വരുന്നേരം ഇവിടുന്ന് പിന്നെ നമ്മൾ പോയത് ജംഷാന രണ്ടാമത്തെ പെങ്ങളെ അടുത്തേക്കാണ്, എൽത്തൂരിലേക്ക്. രണ്ട് പെങ്ങന്മാർ തിരുവണ്ണൂരിലാണല്ലോ. ഈ ഇത്താത്തനെ ഇവിടേക്കാണ് കല്യാണം കഴിച്ചത്, എൽത്തൂരിലേക്ക്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇത്താത്തക്ക് സുഖമില്ലായിരുന്നു, അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അളിങ്കാക്ക പോയിട്ട് പൊറാട്ട ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കണ്. അതുപോലെ ഇത്താത്ത ഇറച്ചിക്കറി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണം ഇവിടെ. അതൊക്കെ വയ്യ, എന്നാലും ഇതൊക്കെ നമുക്ക് വേഗം ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടും നമ്മളതൊക്കെ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. എപ്പോഴും അവിടെ പോയാലും ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു എല്ലാവരും. ഇന്നത്തെ വീഡിയോ എല്ലായിടത്തും പോയിട്ടുള്ള വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവരോടും ബായ്.